What's up, Chelsea fans, football fans? Welcome back to Chelsea Current channel. Burnley vs Chelsea 0-2 ചെൽസി ജയത്തിന്റെ മാച്ച് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നൗ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മത്സരം, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മത്സരമൊക്കെ മോശമായിരിക്കും. പിന്നെ പറയുന്ന പോലെ ലോ ബ്ലോക്ക് ഒക്കെ കളിക്കുന്ന ടീം ബേൺലിക്കെതിരെ കളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മുക്കിയും മൂലിയും ഡ്രോ ഒക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക. ഞാനും അത് തന്നെയാണ് വിചാരിച്ചങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനം സ്കോർ ലൈൻ വരുമ്പോഴത്തേക്കും നമ്മൾ ജയിച്ചിരിക്കുന്നു 2 ഗോള്, 3 പോയിന്റ്. ആർസണൽ ഇനിയൊരു മത്സരം ബാക്കി നിൽക്കെ തന്നെയാണെങ്കിലും നമ്മൾ 3 പോയിന്റ് പുറകിൽ. ദാറ്റ്സ് എനഫ്. ഐ എം ഹാപ്പി. ഐ ആം ദി ഹാപ്പി അളിയ. ഐ ആം ദി ഹാപ്പി. കാരണം ഇനി നമുക്ക് വരുന്ന ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ, ബാഴ്സലോണ, ആർസണൽ, ഈ 2 മത്സരങ്ങളും നമുക്ക് അതിന് പോസിറ്റീവ് ആയിട്ട് കാണാം. അല്ലെങ്കിൽ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ നെഗറ്റിവിറ്റിയായി മറ്റേതായി മറച്ചതായി കുറെ ചോദ്യങ്ങളായി കോപ്പായല്ല, ഇതൊന്നും ഇല്ലാണ്ട് മനസ്സമാധാനമായിട്ടിരുന്ന് കാണാം. അപ്പൊ നമുക്ക് കളിയുടെ വിശകലനത്തേക്ക് കിടക്കാൻ പോരാത്തതിന് അതിനുശേഷമുള്ള പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കളിയുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ആദ്യത്തെ 30 മിനിറ്റ് ബിലോങ് ടു ബേൺലി. 100% ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ ബോൾ പൊസിഷൻ 70% ഒന്നും ആയിരുന്നില്ല. വി 50-50. ബേൺലി ഒരു 2-3 കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്തു. ആ കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസിന് 3 വ്യത്യസ്തരമായിട്ടുള്ള ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള 3 ഡിഫൻഡേഴ്സ്, ഒന്ന് ആൻഡ്രെ സാന്റോസ്, ഒന്ന് ചാലബ, ഒന്ന് ടോസൻ. ഇവർ 3 പേരും അവരുടെ 3 കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാണ്ടാക്കിയത്. അത് ഒരു നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു ബേൺലിയെ സംബന്ധിച്ച്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗിറ്റൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു ക്രോസ് കൊടുക്കാൻ, ഒരു പാസ് കൊടുക്കാൻ. അതുകൊണ്ടേ കുളമാക്കി. ഡെലാപ്പ് നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കണമായിരുന്നു. ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ കുറിച്ച് ഞാൻ പറയാം. അവനെ ഇൻഡിവിജ്വൽ ഡിസിഷൻ കൊണ്ടേ കുളമാക്കി. അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ലോങ് ബോൾ വളരെ മനോഹരമായിട്ട് കുക്കുറയെ കൺട്രോൾ ചെയ്യുന്നു. കുക്കുറയെ കൺട്രോൾ ചെയ്തിട്ട് ജെമി ഗിറ്റൻസിന് കൊടുക്കുന്നു. ജെമി ഗിറ്റൻസ് അത് ബ്യൂട്ടിഫുൾ ക്രോസ്, പറയാണ്ടിരിക്കാൻ വെറുതെ ടോപ്പ് ക്വാളിറ്റി ക്രോസ് ആയിരുന്നു. അത്ര നേരം ജെമി ഗിറ്റൻസിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അവസാനം പറഞ്ഞ ക്രോസ് അടിപൊളി. ആൻഡ് പെഡ്രോ നെറ്റോ അറ്റ് ദ സെക്കൻഡ് പോസ്റ്റ് ഒരു ക്ലീൻ ഹെഡർ. ആ ക്ലീൻ ഹെഡറിലൂടെ നമ്മുടെ 1-0 നമ്മൾ ലീഡിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഹാഫ് അതോടെ കഴിയുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. വി ആർ ഇൻ കൺട്രോൾ. നല്ല രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കളിക്കുന്നു. വി കീപ് ദ ബോൾ, വി കീപ് ദ പൊസിഷൻ, എല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. വി ലുക്ക് ലൈക്ക് റിയലി ഗുഡ്. പക്ഷെ സ്വാഭാവികമായിട്ടും എപ്പോഴത്തേം പറ്റുന്ന പോലെ ഈ കളിയുടെയൊക്കെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും എതിർ ടീം പ്രഷർ ഇടാൻ തുടങ്ങുന്നു. അതുപോലെ ബേൺലി പ്രഷർ ഇടാൻ തുടങ്ങുന്നു. അവർക്ക് 1-2 ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. സാഞ്ചസിനെ ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നില്ലെങ്കിൽ അവർ 1-2 ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അവസരത്തിൽ ഒരു ബിൽഡപ്പ് ഫേസിൽ സാഞ്ചസ്, അതായത് എനിക്ക് ഓർമ്മ വരുന്ന എഡേഴ്സൺ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു കളിയില് അവൻ ആ ഗോൾ പോസ്റ്റിന്റെ മുമ്പിലുള്ള ലൈനിൽ നിന്നിട്ട് അവൻ ബോൾ നൈസായിട്ട് ഒരു പ്രഷർ ഇല്ലാണ്ട് പാസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഓർമ്മ വരുന്നത്. അതേപോലെ ഒരു സിറ്റുവേഷനിൽ സാഞ്ചസ് ഹൈ പ്രഷറിൽ നിൽക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് അവൻ ആ ബോൾ ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ആർക്കാണ് ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നത്? ആരോ കുക്കുറയ്ക്കാണെന്ന് തോന്നുന്നു. കുക്കുറയ ലേസ് ഓഫ് ടു ഗുസ്തോ, ഗുസ്തോ ലേസ് ഓഫ് ടു പെഡ്രോ നെറ്റോ. പെഡ്രോ നെറ്റോ ബോൾ എടുത്ത് മുന്നിലേക്ക് പോകുന്നു. പുള്ളിക്കാരൻ ചെറുതായിട്ട് ഒന്ന് ഡ്രിബിൾ ചെയ്യുന്നു. ഡ്രിബിൾ ചെയ്തിട്ട് നേരെ മാർക്ക് ഗുയിക്ക് പാസ് ചെയ്യുന്നു ഫോർവേഡ്. മാർക്ക് ഗുയി എതിർത്ത് മുന്നിലേക്ക് ഓടുന്നു. ഞാൻ ആ സമയം വിചാരിച്ചു പോയി, അറ്റാക്ക് ത്രെറ്റ് ഒക്കെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ മാർക്ക് ഗുയെ ബോൾ എടുത്തിട്ടേക്ക് അവരുടെ പെനൽറ്റി ബോക്സിലേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്യണം. ഡ്രൈവ് ചെയ്തിട്ട് ഹി ഡസ് സംതിങ് ബ്രില്യൻ. ഹി ഗിവ്സ് എ പാസ്. അതാണ് ബ്രില്യൻ എന്ന് പറഞ്ഞത്. ബ്യൂട്ടിഫുൾ പാസ് ടു ലേ ഓഫ്, അല്ലെങ്കിൽ ഒരു കട്ട് ബാക്ക് ടു എൻസോ ഫെർണാണ്ടസ്. ഷോട്ട് 2-0. അതോടെ കളി നമ്മുടെ കയ്യിൽ. ബ്യൂട്ടിഫുൾ. അത് വളരെ ഹാപ്പിയായി. അതോടെ തന്നെ നമുക്ക് പ്ലെയർ പെർഫോമൻസിലേക്ക് വരാം. പൊതുവെ സാഞ്ചസ് ഒരു മണ്ടത്തരം കാണിച്ചു. ഒരു പ്രാവശ്യം അവൻ എൻസോ ഫെർണാണ്ടസിന്റെ തലക്കിട്ട് ബോൾ കൊണ്ട് അടിച്ചിട്ട് എൻസോ ഫെർണാണ്ടസ് കുറച്ചേരം കിളി പോയി കിടക്കുകയായിരുന്നു. അതല്ലാണ്ട് സാഞ്ചസ് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കിയില്ല. ഹി ലുക്സ് ക്ലീൻ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് മോസ്റ്റ് ക്ലീൻ ഷീറ്റ് ആണെന്ന് തോന്നുന്നു ഇപ്പൊ പ്രീമിയർ ലീഗിൽ ഈ സീസണിലുള്ളത്. ടോസിൻ ചാലബ പെയറിംഗ് ഈസ് ഗുഡ്. ടോസിൻ 1-2 അബദ്ധങ്ങൾ കാണിച്ചെങ്കിലും അത് വളരെ കോസ്റ്റ്ലി ആയിട്ട് വന്നിട്ടില്ല. ബേൺലിക്കെതിരെ ഒരു ടീം ആയതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. റീസ് ജെയിംസ് ഫസ്റ്റ് ഹാഫ് നല്ലൊരു കളിയായിരുന്നു. കുക്കുറയ ആസ് യൂഷ്വൽ ഇസ് എക്സെപ്ഷണൽ. ഒരു പ്രാവശ്യം ഒരു നമ്പർ 10 പൊസിഷനിലേക്ക് പുള്ളിക്കാരൻ പോയി ബോളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി വാസ് എക്സെപ്ഷണൽ ആസ് യൂഷ്വൽ. ഇവനെ ഇനി പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ നമ്മുടെ മാൻ ഓഫ് ദ മാച്ച് ഓഫ് ദിസ് ഗെയിം, അതായത് കൈസഡോ ഇല്ല എന്ന് തോന്നിപ്പിച്ച പ്ലെയർ ആൻഡ്രെ സാന്റോസ്. വാട്ട് എ പെർഫോമൻസ്. നൗ സാന്റോസിനെ ഞാൻ വാച്ച് അലോങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്രിട്ടിസൈസ് ചെയ്താണ്. അതായത് നമ്മുടെ കയ്യിൽ പൊസിഷൻ ഉള്ള സമയത്ത് സാന്റോസിന്റെ മൂവ്മെന്റ് ശരിയല്ല. കാരണം പുള്ളിക്കാരൻ ബേൺലി പ്ലെയറിന്റെ ഒപ്പമാണ് നടക്കുന്നത്. യു ഷുഡ് ബ്രേക്ക് അവേ ഫ്രം ദാറ്റ് പ്ലെയർ. അപ്പൊ എനിക്ക് തോന്നി അത്. പക്ഷെ ആദ്യത്തെ 30 മിനിറ്റ് ടീം മൊത്തത്തിൽ മോശമായിരുന്നു. അപ്പോൾ സാന്റോസിനെ മാത്രം എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിനുശേഷം പുള്ളിക്കാരൻ ഓരോ ഇന്റർസെപ്ഷനും ഓരോ ബ്ലോക്കുകളും ഓരോ മൂവ്മെന്റുകളും എല്ലാം അടിപൊളി.
അടിപൊളി മൂവ്മെന്റ്. അറ്റ്മൂര് 2-3-4 ഇന്റർസെപ്ഷനുകളൊക്കെ വെച്ച് ചെയ്ത് ഏരിയൽ ഹെഡർ ക്ലിയർ ചെയ്യുന്നു, ഗെയിം റീഡ് ചെയ്ത് നേരെ ബ്ലോക്ക് ചെയ്യുന്നു. മാൻ, ദിസ് ഗായ് ലുക്ക് ഓസം. അതും 90 മിനിറ്റ് പോരാത്തതിന് നമ്മുടെ മുത്ത് കൈസൈഡോന് ഒരു റെസ്റ്റും. വേറെ എന്ത് വേണം? ആൻഡ് കുഡോസ് ടു പറയുന്ന പോലെ എൻസോ മറസ്ക ടു പ്ലേ സാന്റോസ് ആസ് നമ്പർ 6. കാരണം സാന്റോസിന് 1-2 തവണ നമ്പർ 10 ആയിട്ടാണ് കളിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ പ്രാവശ്യം പ്രോപ്പർ നമ്പർ 6 ആയിട്ട് കളിപ്പിച്ചു. ആൻഡ് സാന്റോസ് ആ കളിപ്പിച്ച വിശ്വാസം അതിന്റെ റിസൾട്ട് പരമായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. വെരി ഇംപ്രസീവ് പെർഫോമൻസ്. റിയലി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. മാൻ ഓഫ് ദ മാച്ച് അതിൽ യാതൊരു സംശയമില്ല. എൻസോ ഫെർണാണ്ടസ് വാസ് ഗുഡ്. 1-2 നല്ല ത്രൂ ബോൾ പാസുകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഹി സ്കോർഡ് ദ സെക്കൻഡ് ഗോൾ. വെരി വെരി ഗുഡ്. പെഡ്രോ നെറ്റോ ഗോൾ സ്കോർ ചെയ്യുന്നു, ഓടുന്നു, പട്ടിയെടുക്കുന്നു. അതായത് കോണർ ഗാലഗർ ഇൻ ദ വിങ്സ്, അതാണ് പെഡ്രോ നെറ്റോ. വെരി വെരി ഗുഡ് കോൺട്രിബ്യൂഷൻ. പുള്ളിക്കാരനാവും പിന്നെ ഒരു ഷോട്ട് എടുത്ത് പുള്ളിക്കാരൻ പോസ്റ്റിലേക്ക് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ ഗുഡ് ഗെയിം. ഗിറ്റൻസ് ഞാൻ ആദ്യമേ കുറച്ച് വിമർശിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല, അവനൊരു അസിസ്റ്റ് തന്ന സ്ഥിതിക്ക് മോശം എന്ന് പറയാനില്ല. ബട്ട് ദ ബിഗസ്റ്റ് ഡൗൺ ഗ്രേഡ് അല്ലെങ്കിൽ ദ ബിഗസ്റ്റ് പോർ പെർഫോമൻസ് ഹാസ് ബീൻ ഡെലാപ്പ്. ഡെലാപ്പ് ഹാസ് ബീൻ അബ്സല്യൂട്ട്ലി പത്തറ്റിക്. കാരണം 2 തവണ ഒരു നല്ല ഡിസിഷൻ. രണ്ടാമത്തെ തവണ അവന് പെഡ്രോ നെറ്റോനെ പ്യുവർ ആയിട്ട് ടാപ്പിംഗ് കൊടുക്കുമായിരുന്നു, അത്രയ്ക്ക് ഓപ്പണിലായിരുന്നു. പക്ഷെ ഡെലാപ്പ് പാസ് ചെയ്തില്ല. ഈ ഡിൻ പാസ്, അതായത് പുള്ളിക്കാരൻ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണടച്ചു. ആ പ്ലെയർ അവിടെ ഇല്ല എന്ന് വിശ്വസിച്ചു, കണ്ണടച്ചിട്ട്. അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഡെലാപ്പിന്റെ. വെരി വെരി പുവർ. 1-2 റൺസ് ഒക്കെ നടത്തിയെങ്കിലും ബട്ട് ഓവറോൾ ഡെലാപ്സ് പെർഫോമൻസ് ഹാസ് ബീൻ അട്ടർലി ബട്ടർലി പുവർ. ഒരു 60 മിനിറ്റ് കളിച്ചതിന്റെ സത്യം പറയാൻ മനുഷ്യനെ വെറുപ്പിച്ച് കളഞ്ഞു എന്ന് പറയാം. പക്ഷേ പയ്യനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയും വരുന്ന കളികൾ പ്രത്യേകിച്ച് സ്ട്രൈക്കേഴ്സൊക്കെ 25-26 വയസ്സിലേക്ക് പ്രൈമിലാവുള്ളൂ. ഇവൻ അത്രയും പോലും ആയിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ക്ഷമ അത്രയും നാളെ നമ്മൾ ഇനി കണ്ടുകൊണ്ടിരിക്കുന്നത്, 4-5 കൊല്ലത്തേക്ക് ഇവനെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ മാർക്ക് ഗുയു വന്നു, അവൻ കോൺട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് ആ ചെക്കൻ മാർക്ക് ഗുയിന്റെ ഒരു വർക്ക് റേറ്റ് അന്യായ വർക്ക് റേറ്റ് ആണ്. കൺഫ്യൂഷൻ ആണ് സത്യം പറഞ്ഞാൽ, മാർക്ക് ഗുയിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണോ ഡെലാപ്പിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണോ എന്നുള്ളത്. പക്ഷെ ഐ തിങ്ക് മെറസ്ക അറ്റ് ദ മൂമെന്റ് ഇസ് മാനേജിങ് മാർക്ക് ഗുയി റിയലി വെൽ. ജോ പെഡ്രോ ഓൾസോ ഹാസ് ബീൻ ആവറേജ്. കാരണം അവൻ 1-2 തവണ എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി. 1-2 തവണ അവൻ ലിങ്ക് പ്ലെയിനൊക്കെ നോക്കിയെങ്കിലും ഓവറോൾ ഇസ് ബീൻ ആവറേജ്. ഒരൊറ്റ ഷോട്ട് എടുത്തുള്ളൂ. ആ ഷോട്ട് അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മേനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതല്ലാണ്ട് ജോ പെഡ്രോ ഹാസ് ഓൾസോ നോട്ട് ബീൻ റിയലി ഗുഡ്. സോ ജോ പെഡ്രോ ആൻഡ് ഡെലാപ്പ് സത്യം പറഞ്ഞാൽ രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ ഒരു കളിയിൽ മോശമായിരുന്നു. പിന്നെ ഫൈനലി ഓൺ മെറസ്ക, പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ആരാ വന്നത്? ബാദേശിയിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു. ഹി വാസ് റിയലി ലുക്കിംഗ് റിയലി ഷാർപ്പ്. ഗുസ്തോ വന്നു, കുറച്ചു നേരം അത്യാവശ്യം ഷാർപ്പായിട്ട് ഇരുന്ന് കളിക്കണ്ടായിരുന്നു. എസ്താവ് വില്ലിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു, പിന്നെ കൊണ്ടുവന്നില്ല. സോ ദാറ്റ് വാസ് ഇറ്റ്. ആൻഡ് മെറസ്കയുടെ കാര്യത്തിൽ ക്രെഡിറ്റ്. 45 മിനിറ്റ് റീസ് ജെയിംസ്, ദാറ്റ് വാസ് ദ പ്ലാൻ. ബാദേശിയിൽ വന്നു, ഹി പ്ലേഡ് ദ റിമൈനിങ് 45 മിനിറ്റ്സ്. കറക്റ്റ് ടൈമിന് ഡെലാപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഗിയുവിനെ കൊണ്ടുവന്നു. ആൻഡ് ഗിയുവിന്റെ ലിങ്ക് പ്ലേയിലാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഗോള് വന്ന്. സോ ഓവറോൾ മെറസ്കാസ് മാനേജ്മെന്റ് ഹാസ് ഓൾസോ ബീൻ റിയലി റിയലി ഗുഡ്. 2-0 വിൻ. വലിയ അടിപൊളി കളിയായിരുന്നില്ല. ആദ്യത്തെ 30 മിനിറ്റ് കളി നമ്മുടെ കയ്യിലായിരുന്നില്ല. നമ്മൾ പോലെ ഫ്രീ ഫ്ലോയിങ് അറ്റാക്കിംഗ് ഫുട്ബോൾ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ കളികൾ നമ്മൾ ജയിച്ചേ പറ്റൂ. എരന്ന് കളിച്ചാലും നമ്മൾ ജയിച്ചു. നോട്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിൻ, ബട്ട് എ വിൻ നെവർതലെസ്. Do let me know, guys. നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Jessica.